അപ്പം നമ്മളിവിടെ ജാക്കറ്റ് നാം മഡ് ഐലൻഡ് മഡ് ഐലൻഡിലുള്ള ഒരു ബീച്ചിൽ വന്നേക്കാണ്. അത് മഡ് ഐലൻഡിന് പ്രത്യേകതയുണ്ട്. ഇവിടെയുള്ള എല്ലാ ഷൂട്ടിങ്ങും നടക്കുന്നത് അതിൻ്റെ ഉള്ളിലാണ്. മഡ് ഐലൻഡ് ഒരു വലിയ ഏരിയയാണ്, ഷൂട്ടിംഗ് പ്ലേസാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ പുറകു സൈഡിൽ ഇങ്ങനെ രസകരമായ ഒരു കാഴ്ചയുണ്ട്. നമുക്ക് അതിന് മുമ്പ് നമ്മൾ കൂടെ ഒരാളെ എനിക്ക് കിട്ടി. നമുക്ക് കിഷോർ ഇങ്ങനെ ഒരാൾ നമുക്ക് കിട്ടി. പുള്ളി ഇവിടെ ഹോസ്പിറ്റലിൽ ജോലിയാണ്. അപ്പോൾ പുള്ളി നമ്മളിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ നമുക്ക് അവിടെ ചെന്നാലും ഒരാളെ കിട്ടുമല്ലോ, അങ്ങനെ കിട്ടിയതാണ്. ഓക്കെ, ഒരു ഹായ് ബോൾ. ഹായ്. അപ്പോൾ നമ്മൾ ഭയങ്കര ക്രൗഡാണ്. അത് മുംബൈയിൽ എവിടെ ചെന്നാലും ക്രൗഡിന് ഒരു കുറവുണ്ടാവില്ല. നമ്മളിവിടെ വന്നപ്പോഴത്തേനും സൂര്യൻ പോയി. കാക്കകൾ പറക്കുന്നു, നല്ല ഭംഗിയായി പറക്കുന്നു. നൈസല്ലേ? ഇനി ഇവിടെ ഒരു സാധനം കാണിച്ചേക്കാം. നമ്മളതിനെ തൊട്ടടുത്തേക്കൊന്ന് പോയി നോക്കാം. ഇതൊരു പാലം പോലെ എന്തൊക്കെ കെട്ടിയിട്ടേക്കുന്നതാണ്. പക്ഷേ വെള്ളം ശരിക്കും പറഞ്ഞാൽ വെള്ളം ഇവിടെ വരെ വരും കേട്ടോ. നമ്മളിപ്പോൾ ഈ ഇരിക്കുന്നത് ഇവിടെ വരെ വെള്ളം വരും. പക്ഷേ ഇപ്പോൾ ലോ ടൈഡ് ആയതുകൊണ്ട് ഇറങ്ങിപ്പോയിട്ടാണ് ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. അതിൽ കുറച്ചും കൂടി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടേക്ക് ഇരിക്കാമെന്ന് പറയണവർ. ചില സമയത്ത് അങ്ങനെ കിട്ടുമെന്ന് പറയണത്. പിന്നെ ഇവിടെ നമ്മളിതുവരെ കാണാത്തൊരു കാഴ്ച ഉണ്ട്. ഇത് നമ്മുടെ പണ്ടത്തെ ഉന്തുവണ്ടി. ഇപ്പോൾ കാണാൻ വളരെ ഇതാണ്. പക്ഷേ ഇപ്പോൾ കാണിച്ചാൽ ഇത് മീൻ ഉണക്കാനിട്ടിരിക്കുന്നതാണ്. ഉണക്കമീനാണിത്. ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് വരുന്നതെന്നാണ് അവർ പറയുന്നത്. വേണ്ട, ചെമ്മീനോ അങ്ങനെ എന്തോ ആണിത്. ഇത് ഇവിടെ എല്ലാ സ്ഥലത്തും വേണ്ട ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് അങ്ങോട്ടേക്ക് പോയാലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് ഉണക്കാനിട്ടിരിക്കുന്ന മീൻ. ഐസല്ലേ നോക്കി. ഹായ്. പിന്നെ തെങ്ങ് ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെ നാട്ടിലാണ് ഇപ്പോൾ തെങ്ങില്ലാത്തത്. ഇത് അവിടെ ഒരുത്തൻ പറന്ന് വരുന്നുണ്ടോ, ആണ് കിട്ടുന്ന ഇവിടെ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു कौन सी बिल्डिंग है? कौन सी? ये मछली का घर है वो. अच्छा. हाँ, उधर मछली वाला जाले रखते हैं. अच्छा, लेके आने के बाद ഓക്കെ. അപ്പോൾ അവിടെ മീൻ കൊണ്ടുവന്നിട്ട് ലേലം വിളിക്കുകയും ബിസിനസ് ചെയ്യുകയും ചെയ്യുന്ന സ്ഥലമാണ് ഇതാ കാണുന്ന ബിൽഡിങ്. ഇത് നല്ല മനോഹരമായ സ്ഥലമാണ്. നമുക്ക് ക്രൗഡാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. ക്രൗഡെന്ന് വെച്ചാൽ അതായത് മീൻ ഉണ്ടാവും, അതവർ ഇങ്ങനെ ചാക്കി കെട്ടിയിട്ടാണ് വിടുക. ഭയങ്കര ക്രൗഡാണ്, നല്ല രസമുള്ള ക്രൗഡാണ്. ആളുകളെല്ലാവരും ഭയങ്കര എനർജറ്റിക്കാണ്. അവരെല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡിലാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഗോവയിലൊന്നുമല്ല, പക്ഷേ ഒരു ഗോവൻ ഫീലുണ്ട്. എന്താ കുട്ടികളുടെ ഒരു ഇത് കണ്ട, നല്ല രസമല്ലേ നോക്കി. ഇവിടെ ഒരു അത് നമുക്ക് ഓക്കെ ചെൽമിലേക്ക് ബൈ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ.
ഓരോ സ്ഥലത്തും ഓരോ കലാചാരങ്ങളാണ്, ഓരോ സ്ഥലത്തും ഓരോ ജീവിത രീതിയാണ്, ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകതകളുണ്ട്. അത് ഓരോ സ്ഥലത്തിനുമുണ്ട്, ഓരോ മണ്ണിനുമുണ്ട് പ്രത്യേകതകൾ. മനുഷ്യൻ ആണ് എല്ലാം ഉണ്ടാക്കി ഇവിടെ ഡെവലപ്മെൻ്റ് എല്ലാം മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാകുന്നതാണ്, ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം. പക്ഷേ പ്രകൃതി, ആ മണ്ണ്, അവരുടെ കാറ്റ്, ആ സിറ്റുവേഷൻ, ജീവിത രീതികൾ എല്ലാം വെച്ച്, ഭാഷ എല്ലാം വെച്ച് ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് ജീവിതം. അപ്പോൾ ഒരു ഫിലോസഫിയും കൂടി ഇടയിലല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഏരിയയിൽ അങ്ങനെ കൂടുതൽ ഇനിയിപ്പോൾ ഞാൻ വന്ന വഴി കാണിച്ചല്ലോ അല്ലേ നിങ്ങളെ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഇതാണ്. കാരണം ഇവിടെയൊക്കെ മറ്റേ ഫിഷിൻ്റെ, ഉണക്കമീൻ്റെ ഇതാണ്. അപ്പോൾ നേരെ പേര് ചോദിച്ചു, ഞാൻ യൂട്യൂബ് ചാനൽ എന്താണത്, യൂട്യൂബ് ചാനൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അത് എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെ ബ്ലോഗായിട്ട് സ്റ്റാർട്ട് ചെയ്തതൊന്നുമല്ല. ഞാൻ എൻ്റെ ഈ പ്രോഗ്രാംസുള്ളൂ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ട്രാവൽ ചെയ്യുന്ന വ്യക്തിയാണ് നോർമലി. ഞാൻ വീഡിയോസ് പകർത്തലോ ഒന്നുമില്ല, ഇടയ്ക്ക് കുറച്ച് സ്റ്റിൽസൊക്കെ എടുക്കും, അങ്ങനെ വിടും. ഞാൻ ഈ പ്രാവശ്യം നമ്മുടെ സിനിമ കഴിഞ്ഞതിന് ശേഷം ശരി എൻ്റെ മൈൻഡൊന്ന് മാറ്റണം, അതിന് വേണ്ടിയിട്ട് ഒരു വലിയ യാത്ര പോകണം എന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ നേരെ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് അടിച്ചു. അപ്പോൾ കുറച്ച് വീഡിയോസ് ഇട്ടു. ആ വീഡിയോസ് ഇട്ടപ്പോൾ ഫേസ്ബുക്കിൽ അത്യാവശ്യം ആളുകൾ കാണാൻ തുടങ്ങി, അത് ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് വീഡിയോസ് ആയിക്കളയാം എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചും കൂടി വ്യൂവേഴ്സ് കയറാൻ തുടങ്ങി. അപ്പോൾ എന്നാൽ പിന്നെ കാര്യം ചെയ്യാം, നമുക്ക് യൂട്യൂബിലൊന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം. കാരണം യൂട്യൂബിൽ ഞാൻ ഒത്തിരി നെറ്റ്വർക്കുണ്ട് എനിക്ക്. ഒരു കമ്പനി അങ്ങനെ ബേസ് ചെയ്ത് പോകുന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ ആസ് എ ബിസിനസ്മാൻ, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ, അതായത് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്ന നിലയിൽ, അങ്ങനെ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ എനിക്കിത് എന്തുകൊണ്ടും ചെയ്യാം. കാരണം ഞാൻ പോകുന്ന വഴികളിലുള്ള യാത്രാക്കുറിപ്പുകൾ എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു അത് ഒരു സുഖമുള്ളൊരു ഇതായിട്ട് തോന്നി ഭാവിയിലേക്ക്. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് ഞാനും കരുതി. അങ്ങനെയാണ് ഇപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് PBS Day എന്നാണ്. പയ്യെ ഡെവലപ്പായി വരുള്ളൂ അത്. കാരണം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ യൂട്യൂബിൽ. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലിട്ട് വീഡിയോസ് റീച്ച് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. പക്ഷേ നമ്മളത് കണ്ടിന്യൂ ചെയ്യും. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ട്, മറ്റ് മീറ്റിങ്ങുകൾ, മറ്റ് ചർച്ചകൾ, ഇതെല്ലാം റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ലൈബ്രറി ആയിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ വീഡിയോസൊക്കെ ഇരുന്ന് കാണാമല്ലോ. അപ്പം അങ്ങനെയും ഇങ്ങനെയൊക്കെ ഞാൻ വന്നിരുന്നു പോയിരുന്നു എന്നൊക്കെ. ചിലപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ പല സ്ഥലങ്ങളിൽ പല നാളുകൾ ഞാനുണ്ടായിരുന്നു യാത്രകളൊക്കെ ആയിട്ട്. പക്ഷേ അന്ന് കാണുന്ന മുംബൈ അല്ല ഇന്ന്. പക്ഷെ അന്ന് നമുക്ക് സാഹചര്യങ്ങളില്ലല്ലോ അതുപോലെ വീഡിയോ എടുത്ത് ക്രിയേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ മറ്റുള്ള, അത് ഒരു 20 വർഷം മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇടാനും പിടിക്കാനുള്ള സാഹചര്യമൊന്നും അന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് ലൈബ്രറി ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ടും, നല്ല കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്താൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി വളരുകയും ചെയ്യും എന്നൊരു തോന്നലും എല്ലാം കൂടി ആയിട്ടാണ് ഇങ്ങനെ ഒരു പരിശ്രമം. സോ പറ്റികൾ എല്ലായിടത്തും മൂപ്പിക്കുന്നുണ്ട് അവന്മാർ. വേണ്ട 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 ഇതൊരു തന്നെ കിട്ടിയിട്ട് ഓടിക്കുന്നതാണ് കാണുന്നത്. വേണ്ട. ഈ ഏരിയയിലെ സൂപ്പർ സ്റ്റാറുകളും വില്ലന്മാരുമാണ് അവരൊക്കെ. അപ്പോൾ നല്ലൊരു ഡെസ്റ്റിനേഷൻ കണ്ടു, കുറച്ച് ഫിലോസഫി പറഞ്ഞു, കുറച്ച് കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അതൊക്കെ കണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിൽ പോയി അവിടുത്തെ വീഡിയോയുമായി
വീണ്ടും കാണാം. ഓക്കെ, ബൈ.